അയ്യോ ബാബുവേട്ടാ, എന്തിനാ ഈ കല്ലിൽ ആട്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആ ഗ്രൈൻഡറിൽ അരച്ചാ പോരെ? കല്ലേലിട്ട് ഇങ്ങനെ ആട്ടിയെടുത്തല്ല ഉണ്ണിയപ്പത്തിന് മയം ഉണ്ടാവുള്ളൂ. ഓ മയം എന്നെ പഠിപ്പിക്കണ്ട, മായ പോയേ. ഉണ്ണിയപ്പത്തില് കല്ല് കടിച്ചിട്ടേ പല്ല് പുളിച്ചിരിക്കുക കാളിദാസന്റെ. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ നല്ല കല്ല് കടിച്ചത്. ഞാൻ ചോദിച്ചല്ലോ, ചിലപ്പോ മായ ഉണ്ടാക്കിയ കറിയുന്നായിരിക്കും, ഒന്നും അറിയില്ലല്ലോ. ഞാനേ തല്ല് പിടിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗ്രൈൻഡറിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് ആട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കറക്കി കൈയിട്ട് മാന്താണ്ട്, അതും നല്ല വൃത്തിയായിട്ട്. ഓ, അപ്പൊ എനിക്ക് വൃത്തിയും മേനയില്ല എന്നാണല്ലേ മായ പറഞ്ഞു വരുന്നത്. ഞാൻ നിർത്തി. എന്തൊരു അമ്മായിമ്മ പോര്. ഞാനതൊക്കെ എന്താണ്ട് ആദ്യം ചെയ്യുന്ന പോലെയാ. പോടുന്നു. ബാബു, ബാബു, ബാബുവേ, കൊള്ളാം, വലിച്ച് കയറ്റിക്കോ. ബാബു, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? നീ എവിടെയായിരുന്നു? സാധാരണ ഞാൻ വരുമ്പോ നീ ഗേറ്റ് മുമ്പിൽ വായം വിളിച്ച് നിൽക്കാറിലാണല്ലോ. എന്ത് പറ്റി? 2 ഈച്ച പറ്റി. എടാ, മായ പറയുന്നു, നീ കാര്യമായിട്ട് എടുക്കണ്ട. അത് നീ കഷ്ടപ്പെടണ്ടെന്ന് എഴുതി പറയുന്നതല്ലേ, നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേടാ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലെ കല്ല് കടിച്ചിട്ട് പല്ല് പോയെന്ന് പറയണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഒന്നുമല്ല. ഉണ്ണിയപ്പത്തില അങ്ങനെ പറഞ്ഞോളൂ. എടാ, അത് കല്ല് കടിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഉണ്ണിയപ്പത്തി കല്ല് കടിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ചോദിക്കണല്ലോ അവളോട്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. എന്തിനേ ഒളിച്ചുകളി? ഒളിച്ചുകളി എന്തൊക്കെയാ നീ പറയുന്നത്? തൊട്ടെല്ലാം കുറ്റ, അരച്ചാ കുറ്റം, ആട്ടിയാ കുറ്റം, മുറ്റമടിച്ചാ കുറ്റം, വിറക് കൊത്തിയാ കുറ്റം. എടാ ബാബു, അത് പരക്കാൻ ആട്ടാനൊക്കെ ഇവിടെ ഹെവി മിക്സി ഉണ്ടല്ലോ, അതാ. ഞാനിതൊക്കെ ചെയ്യണതേ എൻ്റെ ഒരു ശരീര വ്യായാമത്തിനും കൂടിയാ. നാട്ടിലായിരുന്നപ്പോ 2 നേരം കളരി പോയിരുന്ന ആളാ ഞാൻ. എന്തിന്? കസർത്തിന്. ഓ ഓ, അതെ, അതൊന്നും ഇവക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ല. പിന്നെ എടാ ബാബു, നല്ല വിശപ്പുണ്ട്. വിശക്കട്ടെ. നീ വല്ലതും കഴിച്ചോടാ. എടാ, ഞാനിങ്ങോട്ട് വരുമ്പോ നല്ല ഉഗ്ര സ്മെല്ല് അടുക്കളയെന്ന് വരുന്നുണ്ടായിരുന്നു. ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഞാനേ ഇന്ന് പോത്തിറച്ചി കുമ്പളങ്ങ ഇട്ട് വെച്ച്. എന്തേ? കുമ്പളങ്ങ. ഇത് പുതിയ പരീക്ഷണമാണ്. ആ സ്മെല്ല് സൂപ്പർ സ്മെല്ലായിരുന്നു. നീ വാടാ, അത് കഴിച്ചിട്ട് തന്നെ കാര്യം. പോത്തിറച്ചിയും കുമ്പളങ്ങയും ഉഗ്രൻ കോമ്പിനേഷൻ. നിനക്കാടാ ശരിക്കും പാചകരത്ന അവാർഡ് വരേണ്ടത്. ഉണക്കപ്പടം, ഇതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിടിയും കോഴി വറുത്തരച്ചു വെച്ച കറിയും. കഴിച്ചു നോക്ക്. 2 തേങ്ങ ചേർത്തിരിക്കുന്നത്, ഒന്ന് കഴിച്ചു നോക്ക്. ഇതെവിടെന്നാ കിട്ടിയേ? എവിടുന്നും കിട്ടിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ പോയപ്പോ. മാർക്കറ്റിൽ ഇതിനാ പറഞ്ഞു വിട്ടല്ലേ.